അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ പശ്ചാത്തലത്തിൽ കലാപ്രകടനങ്ങൾക്കായി കോഴിക്കോട്ട് സ്ഥിരം വേദിയൊരുങ്ങുന്നു. മലബാറിലെ പ്രഥമ പെർഫോമിംഗ് ആർട്ട് സ്റ്റുഡിയോ റിഥം ഹൌസിന്റെ ഉദ്ഘാടനം ഏപ്രിൽ 19-ന് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കും. ലണ്ടൻ അടക്കമുള്ള പാശ്ചാത്യ നഗരങ്ങളിലെ സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യങ്ങളിലൊന്നായ ഓപ്പാറ ഹൌസുകൾക്ക് സമാനമായ പെർഫോമിംഗ് ആർട്ട് സ്റ്റുഡിയോയായാണ് റിഥം ഹൌസ് ഒരുങ്ങുന്നത്. ഖത്തർ കേന്ദ്രീകരിച്ച് 4 പതിറ്റാണ്ടായി പ്രവർത്തിക്കുന്ന അബ്ദുൾ മജീദിന്റെ നേതൃത്വത്തിലുള്ള സിംഫണി ഇവന്റ്സ് ആണ് ഇത്തരമൊരു ആശയത്തെ രൂപപ്പെടുത്തിയത്. കലാപ്രകടനത്തിൽ ആധുനിക സൗകര്യങ്ങളായ ലിഫ്റ്റിംഗ് സ്റ്റേജ്, റോപ്പ് ഡാൻസ്, സ്ലൈഡിംഗ് റോപ്പ്, വാട്ടർ റെയിൻ, വാട്ടർ ഫൗണ്ടെയിൻ, ഗ്രീൻ മാറ്റ്, ഗ്രീൻ ഫ്ലോറിംഗ് എന്നിവയെല്ലാം ഒരുക്കിയിട്ടുള്ള ഓപ്പാറ സ്റ്റേജ് മാതൃക തന്നെ കേരളത്തിൽ സമാനതകളില്ലാത്തതാണ്. മെയിനായിട്ടുള്ള ഇതിന് കാരണം നാടകങ്ങൾ ഇപ്പോൾ ഒരുപാട് പിന്നോക്കം പോയിരിക്കുകയാണ്. പിന്നെ നാടകത്തിന്റെ ഒരു പുതിയ വെർഷൻ എന്ന് പറയുന്നത് ശബ്ദം വെളിച്ചവും മറ്റ് സ്ക്രീനും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഷോകളൊക്കെ ഉള്ളത്. അപ്പം ആ രീതിയിലുള്ള ഒരു ഷോ ചെയ്യാനുള്ള സംവിധാനമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. എന്ന് വെച്ചാൽ റെഗുലറായിട്ട് നമ്മൾ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഷോ ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. കോഴിക്കോടിന്റെ ഹിസ്റ്ററി ബേസ് ചെയ്തിട്ട് ആദ്യത്തെ ഷോ സ്റ്റാർട്ട് ചെയ്യും. അതിന്റെ ഒരു പീരീഡ് കഴിയുമ്പോൾ പിന്നെ മറ്റു പല കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. സൗണ്ട് പ്രൂഫ് ഓഡിറ്റോറിയം കം പ്രിവ്യൂ തിയേറ്റർ, ഓഡിയോ വീഡിയോ ലൈവ് എഡിറ്റിംഗ് സ്യൂട്ട് തുടങ്ങിയ ആത്യന്താധുനികമായ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നാടകവും ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോകളടക്കം സംഘടിപ്പിക്കുവാനുള്ള വിശാലമായ സംവിധാനമാണ് ഈ പുതിയ റിഥം ഹൌസ് എന്ന സാംസ്കാരിക സമുച്ചയത്തിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ VKC മുഹമ്മദ് കോയ, അനസ്, ഉമ്മർ ഫാറൂഖ്, KR മോഹൻദാസ്, AV ഫർദീസ്, ബിനു രാജു, ഫൈസൽ എന്നിവർ സംബന്ധിച്ചു. ഉദ്ഘാടന വേദിയിൽ പ്രഥമ നാടകമായി ദി സിറ്റി ഓഫ് ട്രൂത്ത് അവതരിപ്പിക്കും. അനേകായിരം വർഷത്തെ ചരിത്രമുണ്ട് കാലിക്കൂത്ത് എന്ന് വിശ്വപ്രസിദ്ധമായി അറിയപ്പെടുന്ന ഈ തുറമുഖ പട്ടണത്തിന്. ചൈനക്കാരും അറബികളുമായുള്ള വാണിജ്യബന്ധത്തിലൂടെ ഈ നാടിന്റെ കീർത്തി പണ്ടേ ലോകമെങ്ങും എത്തിയിട്ടുണ്ട്. പെരുമാൾ വംശത്തിലെ രാമവർമ്മ കുലശേഖരന് ശേഷം പോർളാതിരിമാരുടെ കീഴിലായിരുന്ന നാട് നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിലാണ് സാമൂതിരി രാജവംശത്തിന്റെ അധീനതയിലെത്തുന്നത്. യുനെസ്കോ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ച കോഴിക്കോടിന് കലാ ആസ്വാദനത്തിന് സ്ഥിരം വേദി ഒരുങ്ങുന്നത് സാഹിത്യ നഗരത്തോടുള്ള ആദരവ് കൂടിയാകും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആയുർവേദ മരുന്നുകൾ സ്ഥിരം